ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3 ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫുൾ 3Dയും ഏകദേശം എല്ലാ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വീടിന് 3 ബെഡ്റൂമുകളാണുള്ളത്. 3 ബെഡ്റൂമിനും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2016 സ്ക്വയർ ഫീറ്റ് ആണ്. അത്യാവശ്യം വലിയൊരു വീടാണ്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ ഞായറാഴ്ചകളിലും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2016 സ്ക്വയർ ഫീറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോറിന്റെ 349 സ്ക്വയർ ഫീറ്റും ഗ്രൗണ്ട് ഫ്ലോറിന്റെ 1667 സ്ക്വയർ ഫീറ്റും ആണ്. ഈ വീടിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായിട്ട് ഏകദേശം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഗ്ലാസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊന്നും ബ്രോക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഗ്ലാസുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിട്ടും നമുക്ക് സേഫ്റ്റി തോന്നുന്നില്ല എങ്കിൽ വേണ്ടുന്നവർക്ക് ഉൾഭാഗത്തായിട്ട് ഗ്രില്ലുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്നത് തന്നെ ഒരു അത്യാവശ്യം വലിയ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ റൈറ്റ് സൈഡിലായിട്ട് 3 ആൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സോഫ സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകൾ വശത്തായിട്ട്, അതായത് ഫോട്ടോ വാളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെയാണ് നമ്മളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് 3 ആൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സോഫ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ഈ ലിവിംഗ് ഏരിയക്ക് അവൈലബിൾ ആണ്. ഈ ലിവിംഗ് ഏരിയയുടെ നേരെ പിറകുവശത്തായിട്ട് തന്നെയാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനൊരു ഡോറ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഡൈനിങ് ഏരിയക്ക് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ നേരെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ഈ ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആ ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബെഡ്റൂമിനും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആ ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വീടിന്റെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സ്പേസ് ആണ് ഈ ബാത്റൂമിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ബാത്ത് ടബ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാത്റൂമിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ്. രണ്ട് ബെഡ്റൂമുകളാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഒരു ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും നേരെ കയറി എത്തുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂം ഒന്ന് നോക്കാം. ഈ ബെഡ്റൂമിലേക്ക് കയറുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗസ്റ്റ് റൂം ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഒരു ബാത്റൂമാണ് നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂമിലും നമുക്ക് വേണമെങ്കിൽ ബാത്ത് ടബ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്.
ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ്, ഓപ്പൺ ടെറസ് നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിന്റെ ഫുൾ 3D ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹാഫ് 3D ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമ്മൾ ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഹാഫ് 3D കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹാഫ് 3D നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഹാഫ് 3D നോക്കാം. അപ്പോൾ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഹാഫ് 3D നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മളൊരു കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫിഷിനൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിയിട്ട് അവരുടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി എത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ലിവിംഗ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് അത്യാവശ്യം വലിയൊരു സോഫ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സോഫ സെറ്റ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ കയറി എത്തുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീടിന്റെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ്. അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് വരുന്നത് 1100 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കുള്ള സ്പേസ് 1470 സെന്റിമീറ്റർ ആണ്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ 1667 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിന്റെ 349 സ്ക്വയർ ഫീറ്റും കൂടിയാണ് 2016 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെയർ കേസ് കയറി നേരെ മുകളിലേക്ക് എത്തിയ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മളൊരു അത്യാവശ്യം വലിയൊരു റൂമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗസ്റ്റ് റൂമൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഡോർ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.